കൊല്ലം ജില്ലയിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടക്കുന്നു. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ ഇന്ന് പത്രിക നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ പത്രിക സമർപ്പിക്കുന്നു എന്നത് തന്നെയാണ്. ഇപ്പോൾ രാജ്കുമാർ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. രാജ്കുമാർ, പത്രികാ സമർപ്പണത്തിന് തിരക്കാണ് എല്ലായിടങ്ങളിലും, കാരണം 2 ദിവസമാണ് ബാക്കിയുള്ളത്. കൊല്ലത്ത് നിന്ന് ബാലഗോപാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ പത്രിക നൽകും അല്ലേ? തീർച്ചയായിട്ടും. ഇനിയിപ്പോ 1 ദിവസം കൂടിയല്ലേ ശേഷിക്കുന്നുള്ളൂ. അതിൽ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിലെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കൊട്ടാരക്കര. ഒന്ന്, LDF-ൽ നിന്ന് ഇത്രയും കാലം 10-20 കൊല്ലം ഈ ജനപ്രതിനിധിയായി ഇരുന്ന ഒരാൾ ഈ CPM-നെ അല്ലെങ്കിൽ LDF-നെ വഞ്ചിച്ചുകൊണ്ട് UDF-ലേക്ക് പോയി, UDF-നെ വഞ്ചിച്ചുകൊണ്ട് BJP-യിലേക്ക് പോയ സ്ഥാനാർത്ഥി. അങ്ങനെ ഈ 2 സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് സംശുദ്ധ രാഷ്ട്രീയത്തിന്റെയും ധനകാര്യമന്ത്രി എന്ന നിലയിൽ വളരെ കൃത്യമായി അദ്ദേഹം കഴിഞ്ഞ 5 വർഷം അദ്ദേഹത്തിന്റെ ഒരു സേവനം മികച്ചതായിരുന്നു. എല്ലാ പെൻഷനും ഒരു പെൻഷൻ പോലും മുടങ്ങാതെ വളരെ കൃത്യമായി എല്ലാവരെയും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിഞ്ഞ ഒരു ധനമന്ത്രി കൂടിയാണ് മന്ത്രി KN ബാലഗോപാൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് പത്രിക സമർപ്പിക്കുമ്പോൾ അതിനേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. 2 വഞ്ചനയുടെ മുഖങ്ങളുമായിട്ടാണ് അദ്ദേഹം ഏറ്റുമുട്ടുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് രാവിലെ 11-ന് അദ്ദേഹം ഈ കൊട്ടാരക്കരയിലെ താലൂക്ക് ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് ബഹുജന റാലിയായി സിവിൽ സ്റ്റേഷനിലെത്തി മുഖ്യ ഉപവരണാധികാരി കൂടിയായ തഹസിൽദാർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ കോട്ടാത്തല സുരേന്ദ്രൻ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. മണ്ഡലത്തിലെ രക്തസാക്ഷി കുടുംബങ്ങളായ അബ്ദുൽ മജീദ്, തങ്ങൾ കുഞ്ഞ്, K ശ്രീരാഗ്, CPIM-ന്റെ സമുന്നത നേതാവായിരുന്ന മുൻ MLA B രാഘവൻ എന്നിവരുടെ വസതിയും അദ്ദേഹം സന്ദർശിക്കും. അതിനുശേഷമാണ് ഇതെല്ലാം ചെയ്യുക. ഇപ്പോൾ അത് തുടരുകയാണ്. അതേസമയം തന്നെ 1100 കോടി രൂപയുടെ വികസനം കഴിഞ്ഞ 5 വർഷം കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം കൊണ്ടുവന്നു എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ്. കൊട്ടാരക്കരയെ ഒരു IT നഗരമാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തറക്കല്ലിടുകയും ചെയ്തു. സോഹോ എന്ന് പറയുന്ന ഇന്റർനാഷണൽ സ്ഥാപനം, അതുപോലെ റോബോട്ടിക്കിന്റെ നിർമ്മാണ കേന്ദ്രം, അതാണ് ഏറ്റവും ശ്രദ്ധേയമായ കേന്ദ്രം. അതായത് കേരളത്തിലെ പ്രമുഖ കമ്പനിയുടെ റോബോട്ടിക് നിർമ്മാണ കേന്ദ്രം കൊട്ടാരക്കരയിൽ ആരംഭിച്ചു. നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു. IHRD-യുടെ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി. അതേപോലെ ബൈപ്പാസ്, കൊട്ടാരക്കര ഏറ്റവും പ്രധാന ഒരു പ്രശ്നമാണ് ട്രാഫിക് കുരുക്ക് എന്ന് പറയുന്നത്, ഗതാഗത കുരുക്ക്. ആ കുരുക്കിന് പരിഹാരമായി സ്ഥലം ഏറ്റെടുത്ത് അതിന്റെ വിജ്ഞാപനമായി എല്ലാം കഴിഞ്ഞു. ഇനി AS വരെ കിട്ടിക്കഴിഞ്ഞു. ഇനി അതിന്റെ കരാർ നടപടികളിലേക്ക് കടക്കുകയാണ്. അത്ര ശ്രദ്ധേയമായ ആ മണ്ഡലത്തിൽ വികസനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞതിന്റെ ആ ഒരു ആത്മവിശ്വാസത്തിൽ കൂടിയാണ് 2 വഞ്ചനയുടെ മുഖങ്ങളുമായി മന്ത്രി KN ബാലഗോപാൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ ഇന്ന് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുന്നത്.